അക്ഷയ തൃതീയ ദിവസമായ ഈ ഏപ്രിൽ 19-ാം തീയതി ഞായറാഴ്ച 9 നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോവുകയാണ്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ അന്നേ ദിവസം നിങ്ങളിലേക്ക് വന്നു ചേരുവാൻ പോകുന്ന ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ഇന്നത്തെ അധ്യായത്തിൽ പറയുവാൻ പോകുന്ന 9 നക്ഷത്രക്കാർക്ക് ഇതുവരെ നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്ത അത്രയും വലിയ ഒരു ധനനേട്ടമായിരിക്കും അനുഭവത്തിൽ വരുവാൻ പോകുന്നത്. അതായത് അക്ഷയ തൃതീയ ദിനം എന്ന് പറയുന്നത് തന്നെ അതിമഹത്തായ ഒരു ശുഭദിനമാണ്. അക്ഷയം എന്ന് പറയുന്നത് തന്നെ ക്ഷയം ഇല്ലാത്തത് അഥവാ നാശമില്ലാത്തത് എന്നതാണ് അർത്ഥം. അപ്രകാരം നോക്കുമ്പോൾ ജ്യോതിഷ ഫലപ്രകാരം 9 നക്ഷത്രക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് അന്നേ ദിവസം കോടീശ്വര യോഗമാണ് ഫലത്തിൽ തെളിയുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല സാമ്പത്തിക പ്രതിസന്ധികൾക്കും ഇല്ലായ്മകൾക്കും അവസാനമുണ്ടാകുവാൻ പോകുന്ന ഒരു ദിവസമായിട്ട് തന്നെയാണ് ഈ അക്ഷയ തൃതീയ ദിവസം 9 നക്ഷത്രക്കാരിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുവാൻ പോകുന്ന ആ 9 നക്ഷത്രക്കാർ ആരൊക്കെയാണെന്നും ഇതിൽ ഓരോ നക്ഷത്രക്കാരുടെയും ഭാഗ്യസംഖ്യ ഏതാണെന്നും അതേപോലെ തന്നെ നിങ്ങളിലേക്ക് വരുന്ന സമ്പത്തിനെയും ഭാഗ്യത്തെയും നിലനിർത്തുവാനായി അക്ഷയ തൃതീയ ദിനത്തിൽ നിങ്ങൾ വാങ്ങേണ്ട മറ്റു ചില വസ്തുക്കളെ പറ്റിയും അതേപോലെ അന്നേ ദിവസം നിങ്ങൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ പറ്റിയുമെല്ലാം തന്നെ ഇന്നത്തെ അധ്യായത്തിലൂടെ നാം വിശദമായി പരാമർശിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇന്നത്തെ അധ്യായത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതിൽ ഒന്നാമതായി ഈ ഏപ്രിൽ 19-ാം തീയതി ഞായറാഴ്ച അക്ഷയ തൃതീയ ദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം നേടിയെടുക്കുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന ഒന്നാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് അശ്വതി നക്ഷത്രക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന ഏതോ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് ഉടനടി പരിഹാരം കാണേണ്ട വലിയ ചില സാമ്പത്തിക പ്രതിസന്ധികൾ ജീവിതത്തിലുണ്ട്. മാത്രമല്ല പലപ്പോഴും ദൗർഭാഗ്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്നാൽ ജീവിതത്തിലെ ദുരിതപൂർണമായ സാഹചര്യങ്ങളിൽ പോലും ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അശ്വതി നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ വ്യക്തികൾക്ക് ഈ അക്ഷയ തൃതീയ ദിനത്തിലെ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ജീവിതം തന്നെ മാറുന്ന തരത്തിലുള്ള സന്തോഷകരമായ അനുഭവമാണ് ഉണ്ടാകുവാൻ പോകുന്നത്. മാത്രമല്ല അശ്വതി നക്ഷത്രക്കാർ അക്ഷയ തൃതീയ ദിവസം കൂടുതൽ ഭാഗ്യങ്ങളും സമ്പത്തും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുവാനായി സ്വർണം അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായ വസ്തുക്കൾ എന്നിവയൊക്കെ വാങ്ങുന്നത് വളരെ ഉത്തമമാണ്. ഒപ്പം തന്നെ രാവിലെ സമയത്ത് സൂര്യ നമസ്കാരം ചെയ്യുന്നതും നിങ്ങളിലേക്ക് കൂടുതൽ പോസിറ്റിവിറ്റിയെ ആകർഷിക്കും. ഇനി ഈ അക്ഷയ തൃതീയ ദിവസത്തിലെ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് അശ്വതി നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 1, 9 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഒപ്പം തന്നെ ഈ ഏപ്രിൽ 19-ാം തീയതി ഞായറാഴ്ച അക്ഷയ തൃതീയ ദിനത്തിൽ അശ്വതി നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ ചുവപ്പ് നിറമുള്ള വസ്ത്രം ധരിക്കുന്നത് നിങ്ങളിലെ ഈശ്വരാധീനം വർദ്ധിക്കുവാനും കൂടുതൽ സൗഭാഗ്യങ്ങൾ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുവാനും കാരണമാകും. ഇനി ഈ അക്ഷയ തൃതീയ ദിനത്തിൽ തെളിയുന്ന ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ജീവിതം തന്നെ മാറുവാൻ പോകുന്ന രണ്ടാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് തിരുവാതിര നക്ഷത്രക്കാരാണ്. തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികൾക്ക് ജീവിതത്തിൽ ഒരു സൗഭാഗ്യം ഉണ്ടാകുമെന്നത് നിലവിൽ വിശ്വസിക്കുവാൻ പോലും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം അത്രയേറെ പ്രതിസന്ധികളാണ് ഓരോ ദിവസവും നിങ്ങൾക്ക് ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വരുന്നത്. മാത്രമല്ല ചെയ്യുന്ന പല കാര്യങ്ങളിലും ഒട്ടനവധി തടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവത്തിൽ വരികയും സാമ്പത്തികമായി വല്ലാതെ ബുദ്ധിമുട്ടേണ്ടി വരികയും ചെയ്യുന്നതിനാൽ തന്നെ ഇപ്പോൾ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു കാര്യങ്ങളിലും പ്രതീക്ഷയില്ലാത്ത അവസ്ഥയിലാണ് നിങ്ങളിൽ പലരും ഉള്ളത്. എന്നാൽ തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലുമുള്ള വീടാണ് നിങ്ങളുടേതെങ്കിൽ ഈ അക്ഷയ തൃതീയ ദിവസം നിങ്ങളിൽ തെളിയുന്ന സൗഭാഗ്യത്തിലൂടെ
നിങ്ങളുടെ കുടുംബം തന്നെ രക്ഷപ്പെടുവാൻ പോവുകയാണ്. ഇനി ഈ ഒരു സമയത്ത് തിരുവാതിര നക്ഷത്രക്കാർ ഈശ്വരാധീനത്തിന് വളരെയധികം പ്രാധാന്യം നൽകേണ്ടതുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനമായി അക്ഷയതൃതീയ ദിനത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ ശിവപൂജ ചെയ്യുന്നത് നിങ്ങളിലേക്ക് അപ്രതീക്ഷിതമായ പല നേട്ടങ്ങളും വന്നു ചേരുവാൻ കാരണമാകുന്ന ഒന്നാണ്. മാത്രമല്ല, അക്ഷയതൃതീയ ദിനത്തിൽ സ്വർണം, വെള്ളി എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ വാങ്ങുവാൻ കഴിയുന്ന ഒരു തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ അത്തരത്തിൽ സ്വർണം, വെള്ളി എന്നിവ അന്നേ ദിവസം വാങ്ങുന്നതും നിങ്ങളുടെ ജീവിതത്തെ പുരോഗതിയിലേക്ക് നയിക്കും. ഇനി ഈ അക്ഷയതൃതീയ ദിനത്തിലെ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് തിരുവാതിര നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 2, 7 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അതുപോലെ തന്നെ അക്ഷയതൃതീയ ദിവസത്തിൽ തിരുവാതിര നക്ഷത്രക്കാർ ഇളം നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് കൂടുതൽ ശുഭകരം. ഇനി ഈ ഏപ്രിൽ 19-ാം തീയതി ഞായറാഴ്ച അക്ഷയതൃതീയ ദിവസം അവിശ്വസനീയമായ ഒരു ധനനേട്ടം ലോട്ടറി സൗഭാഗ്യത്തിലൂടെ തെളിഞ്ഞു കാണുന്ന നക്ഷത്രക്കാരായി വരുന്നത് പൂയം നക്ഷത്രക്കാരാണ്. നിലവിൽ ഈ അധ്യായം കാണുന്ന പൂയം നക്ഷത്രക്കാരിൽ ചിലർക്ക് ജീവിതത്തിൽ കടബാധ്യതകൾ കൊണ്ട് ഒരടി പോലും മുന്നോട്ട് എടുത്തു വയ്ക്കുവാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. എന്നാൽ സാമ്പത്തികമായി ഒരു ഉന്നതി നേടുവാനായി നിങ്ങൾ ഓരോ ദിവസവും കഠിന പ്രയത്നം ചെയ്യുകയും ശുഭപ്രതീക്ഷയോടെ മുന്നോട്ട് പോവുകയും ചെയ്യുന്നവരാണ്. എന്നാൽ എത്രയൊക്കെ ശ്രമിച്ചിട്ടും നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾക്കും ജീവിതത്തിലെ ദുരിതങ്ങൾക്കും ഒരു മാറ്റം കാണുവാൻ കഴിയാതെ ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുന്ന പൂയം നക്ഷത്രത്തിൽ പിറന്ന ചില വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ജീവിതം മാറുന്ന ഒരു ദിവസമായിരിക്കും ഈ അക്ഷയതൃതീയ ദിവസം എന്ന് പറയുന്നത്. ഇതിൽ പൂയം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾ അക്ഷയതൃതീയ ദിനത്തിൽ ഗുരുവിനുള്ള പ്രാർത്ഥന ചെയ്യുന്നതും അതുപോലെ തന്നെ മഞ്ഞ നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും വളരെ ശുഭകരമാണ്. മാത്രമല്ല, കൂടുതൽ സാമ്പത്തിക നേട്ടങ്ങളെയും സമ്പൽ സമൃദ്ധിയെയും പൂയം നക്ഷത്രക്കാരുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാനായി അക്ഷയതൃതീയ ദിനത്തിൽ പൂയം നക്ഷത്രക്കാർക്ക് വാങ്ങുവാൻ ഏറ്റവും ഉത്തമമായ വസ്തുക്കൾ എന്ന് പറയുന്നത് ധാന്യങ്ങൾ, സ്വർണം എന്നിവയാണ്. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ട് പൂയം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 3, 6 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഇനി അടുത്തതായി അവിട്ടം നക്ഷത്രക്കാർക്കാണ് ഈ അക്ഷയതൃതീയ ദിവസം ലോട്ടറി സൗഭാഗ്യം തെളിഞ്ഞു കാണുന്നത്. അവിട്ടം നക്ഷത്രക്കാരെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത പ്രതിസന്ധികളാണ് സാമ്പത്തിക മേഖലയുമായി ബന്ധപ്പെട്ട് നിലവിൽ ജീവിതത്തിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ എത്ര സമ്പാദിച്ചാലും അതിൻ്റെ ഭൂരിഭാഗവും അനാവശ്യ ചിലവുകളായി നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെടുന്നു. അതായത് വരുന്ന പണം എങ്ങോട്ടോ ഒഴുകിപ്പോകുന്ന തരത്തിലുള്ള അവസ്ഥയാണ് ഇപ്പോൾ നിങ്ങൾക്കുള്ളത്. മാത്രമല്ല, കർമ്മ മേഖലയിലായിരുന്നാലും മറ്റുള്ള കാര്യങ്ങളിലായിരുന്നാലും ഒട്ടനവധി കാര്യതടസ്സങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ ഇതിൽ നിന്നെല്ലാം പരിഹാരം കാണുവാനായി ഈ അക്ഷയതൃതീയ ദിനത്തിൽ നിങ്ങളിൽ തെളിഞ്ഞു നിൽക്കുന്ന ഭാഗ്യത്തെ കൂടുതലായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് ആകർഷിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക. അതിനുവേണ്ടി അവിട്ടം നക്ഷത്രക്കാർ ഈ അക്ഷയതൃതീയ ദിനത്തിൽ ശനി ഭഗവാനോട് പ്രാർത്ഥിക്കുകയും നീല, കറുപ്പ് എന്നിങ്ങനെയുള്ള നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ്. ഒപ്പം തന്നെ അന്നേ ദിവസം നിങ്ങൾ ഏതു തരത്തിലുള്ള ലോഹവസ്തുക്കൾ വാങ്ങിയാലും അത് നിങ്ങളിലെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ടുള്ള അവിട്ടം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 8 ആണ്. അപ്പോൾ ഒരു അവിട്ടം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിൽ ഈ അക്ഷയതൃതീയ ദിവസം സാമ്പത്തികമായി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടക്കുന്ന ദിവസം തന്നെയായിരിക്കും. ഇനി ഈ അക്ഷയതൃതീയ ദിവസമായ ഈ ഏപ്രിൽ 19-ാം തീയതി ഞായറാഴ്ച ലോട്ടറി സൗഭാഗ്യം സിദ്ധിക്കുന്നതിലൂടെ ജീവിതം മാറുവാൻ പോകുന്ന 5-ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ഉത്രം നക്ഷത്രക്കാരാണ്. ഇത്രയും വലിയ ഒരു ഭാഗ്യം
ജീവിതത്തിലേക്ക് വന്നു ചേരുവാൻ പോകുന്നതിൻ്റെ തൊട്ട് മുൻപുള്ള നിമിഷം വരെയും ജീവിതത്തിൽ ഒട്ടനവധി കഷ്ടകാലങ്ങൾ മാത്രം അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളവരാണ് നിങ്ങൾ. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള എല്ലാ കഷ്ടപ്പാടുകളും ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങൾ തന്നെ മറന്നു പോകുന്ന തരത്തിലുള്ള ഒരു സൗഭാഗ്യമാണ് ഈ പ്രപഞ്ചശക്തി നിങ്ങൾക്കായി കാത്തുവച്ചിരിക്കുന്നത്. ഇതിൽ ഉത്രം നക്ഷത്രക്കാർക്ക് ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ കാര്യങ്ങളിൽ ഒന്നാണ് സൂര്യപൂജ എന്നത്. അതായത് അന്നേ ദിവസം സൂര്യഭഗവാനെ പൂജിക്കുകയും മഞ്ഞ അല്ലെങ്കിൽ ഓറഞ്ച് നിറമുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യുന്നത് ഉത്രം നക്ഷത്രക്കാരിൽ കൂടുതൽ ഈശ്വരാധീനവും ഭാഗ്യവും നിലനിൽക്കുവാൻ ഉപകാരപ്രദമാകുന്ന ഒന്നാണ്. ഇനി അതുപോലെ തന്നെ ഉത്രം നക്ഷത്രക്കാർ അക്ഷയ തൃതീയ ദിനത്തിൽ സ്വർണം വാങ്ങുന്നതും ഭൂമി സംബന്ധമായ നിക്ഷേപങ്ങൾ നടത്തുന്നതും നിങ്ങളുടെ സമ്പത്തിനെ ഇരട്ടിപ്പിക്കും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ഉത്രം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 1, 5 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഇനി ആറാമതായി ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ഈ അക്ഷയ തൃതീയ ദിവസം ജീവിതത്തിൽ വലിയ ഒരു മാറ്റം കാണുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് അനിഴം നക്ഷത്രക്കാരാണ്. നിലവിൽ ഈ അധ്യായം കണ്ടുകൊണ്ടിരിക്കുന്ന അനിഴം നക്ഷത്രക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും ജീവിതത്തിൽ കഷ്ടകാലങ്ങൾ മാത്രം അനുഭവിച്ചു മടുത്തവരാണ്. അതായത് ജീവിതത്തിൽ ഏതൊരു കാര്യത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചാലും അവസാനം അതെല്ലാം നിങ്ങൾക്ക് ദുഃഖം മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ജീവിതം തന്നെ മടുത്ത അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഏതൊക്കെയോ അനിഴം നക്ഷത്രക്കാർക്കാണ് ഈ ലോട്ടറി സൗഭാഗ്യം തുണയ്ക്കെത്തുന്നത്. അപ്പോൾ നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന ഈ ഭാഗ്യത്തെ പൂർണ്ണമായി നിങ്ങളിലേക്ക് ആകർഷിക്കുവാനാണ് അനിഴം നക്ഷത്രക്കാർ ശ്രമിക്കേണ്ടത്. അതിനുവേണ്ടി അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികൾക്ക് ചെയ്യുവാൻ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം എന്ന് പറയുന്നത് അക്ഷയ തൃതീയ ദിവസം അതിരാവിലെ തന്നെ വിളക്ക് തെളിയിച്ച് ഭഗവാനോട് പ്രാർത്ഥിക്കുക എന്നതാണ്. ഒപ്പം തന്നെ അന്നേ ദിവസം നിങ്ങളെ കൊണ്ട് കഴിയുന്ന തരത്തിൽ മറ്റുള്ള വ്യക്തികളെ സഹായിക്കുന്നതും മറ്റുള്ളവർക്ക് ദാനം ചെയ്യുന്നതും എല്ലാം തന്നെ നിങ്ങളിലെ ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കും. ഇനി അനിഴം നക്ഷത്രക്കാർക്ക് അക്ഷയ തൃതീയ ദിവസം ധരിക്കുവാൻ ഏറ്റവും ഉത്തമമായ വസ്ത്രത്തിൻ്റെ നിറം ചുവപ്പാണ്. ഒപ്പം തന്നെ ചുവന്ന നിറത്തിലുള്ള വസ്തുക്കൾ നിങ്ങളുടെ വീട്ടിലേക്ക് അന്നേ ദിവസം വാങ്ങുന്നതും നിങ്ങളിലെ ഭാഗ്യത്തെ വർദ്ധിപ്പിക്കും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ടുള്ള അനിഴം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 9. ഇനി ഈ ഏപ്രിൽ 19 തീയതി ഞായറാഴ്ച അക്ഷയ തൃതീയ ദിനത്തിൽ അവിശ്വസനീയമായ ഒരു ധനനേട്ടം ലോട്ടറി സൗഭാഗ്യത്തിലൂടെ ജീവിതത്തിൽ അനുഭവത്തിൽ വരികയും ഇതുവരെ ജീവിതത്തിലുണ്ടായിരുന്ന എല്ലാ സാമ്പത്തിക പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാനുള്ള മഹാഭാഗ്യം തെളിയുകയും ചെയ്യുവാൻ പോകുന്ന 7ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് വിശാഖം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്ന വിശാഖം നക്ഷത്രക്കാരിൽ ചില വ്യക്തികൾക്ക് സ്ഥിരമായ ഒരു ജോലി പോലുമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. കർമ്മമേഖലയിൽ സ്ഥിരതയില്ല എന്നത് മാത്രമല്ല, സാമ്പത്തികമായി നിങ്ങൾ തകർന്നു നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. എന്നാൽ അത്തരത്തിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും വരെ ഒറ്റപ്പെടുത്തലുകൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ചില വിശാഖം നക്ഷത്രക്കാരെ തേടിയാണ് ഈ ഭാഗ്യം എത്തുന്നത്. ഇനി വിശാഖം നക്ഷത്രക്കാർക്ക് നിങ്ങളിൽ തെളിഞ്ഞിരിക്കുന്ന ഭാഗ്യത്തെ കൂടുതലായി ആകർഷിക്കുവാനായി അക്ഷയ തൃതീയ ദിവസം രാവിലെ തന്നെ ഇഷ്ടദേവതകളോട് പ്രാർത്ഥിക്കുകയും മഞ്ഞ അല്ലെങ്കിൽ പച്ച നിറമുള്ള വസ്ത്രം ധരിക്കുകയും ചെയ്യാവുന്നതാണ്. ഒപ്പം തന്നെ അന്നേ ദിവസം വിശാഖം നക്ഷത്രക്കാർ പഠനോപകരണങ്ങൾ, സ്വർണം, വെള്ളി എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങുന്നതും നിങ്ങൾക്ക് ഇരട്ടി ലാഭങ്ങൾ വന്നു ചേരുവാൻ കാരണമാകും. ഇനി ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടുന്നത് 3 എന്ന സംഖ്യയിലൂടെയായിരിക്കും. അപ്പോൾ എന്തു തന്നെയായിരുന്നാലും ഈ അക്ഷയ തൃതീയ എന്ന് പറയുന്നത്
വിശാഖം നക്ഷത്രക്കാരിലേക്ക് ധനം ഒഴുകിയെത്തുന്ന ഒരു ദിവസമായിരിക്കും. ഇനി ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം നേടുവാനുള്ള ഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന 8ാമത്തെ നക്ഷത്രക്കാരായി വരുന്നത് ചോതി നക്ഷത്രക്കാരാണ്. എന്തുകൊണ്ടാണ് ജീവിതം ഇങ്ങനെ ഒരു വിധത്തിലും ഗതി പിടിക്കാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പലപ്പോഴും സ്വയം ചിന്തിക്കുകയും ചില സമയങ്ങളിൽ സ്വയം കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നവരാണ് ചില ചോതി നക്ഷത്രക്കാർ. മാത്രമല്ല, പല പരാജയങ്ങളും ജീവിതത്തിൽ അനുഭവിക്കേണ്ടി വന്നതിലൂടെ ഇപ്പോൾ ജീവിതത്തോടുള്ള പ്രതീക്ഷ വരെ അസ്തമിച്ച രീതിയിലാണ് ചിലർ ഉള്ളത്. എന്നാൽ ചോതി നക്ഷത്രത്തിൽ പിറന്ന ഏതൊക്കെയോ വ്യക്തികളുടെ ജീവിതത്തിലെ ഇല്ലായ്മയെ പൂർണ്ണമായി തുടച്ചു മാറ്റുവാൻ വരുന്ന ഒരു ഭാഗ്യയോഗമായിട്ടാണ് ഈ ലോട്ടറി സൗഭാഗ്യം നിങ്ങളിൽ കാണപ്പെടുന്നത്. അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ നിങ്ങളിൽ തെളിയുന്ന ഭാഗ്യത്തിൻ്റെ അക്കം കൂട്ടുവാനായി ചോതി നക്ഷത്രക്കാർ അന്നേ ദിവസം രാവിലെ തന്നെ ലക്ഷ്മി പൂജ ചെയ്യുന്നതും വീട്ടിലേക്കും ദേവീദേവന്മാർക്കുമായി അലങ്കാര വസ്തുക്കൾ വാങ്ങുന്നതും ഒപ്പം തന്നെ നിങ്ങൾ നീല നിറമുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതും ഏറ്റവും ശുഭകരമാണ്. ഇനി ഈ ലോട്ടറി സൗഭാഗ്യം ചോതി നക്ഷത്രക്കാരെ തേടിയെത്തുന്നത് 6 എന്ന സംഖ്യയിലൂടെയായിരിക്കും. അപ്പോൾ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്ന ഏതോ ചോതി നക്ഷത്രക്കാരുടെ തലവര തെളിയുന്ന ദിവസമായിരിക്കും ഈ അക്ഷയ തൃതീയ ദിവസം എന്ന് പറയുന്നത്. ഇനി 9ാമതായി ഈ അക്ഷയ തൃതീയ ദിനത്തിൽ ലോട്ടറി സൗഭാഗ്യം നേടുവാനുള്ള മഹാഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന നക്ഷത്രക്കാരായി വരുന്നത് ആയില്യം നക്ഷത്രക്കാരാണ്. ഇപ്പോൾ ഈ അധ്യായം കാണുന്നതിൽ ആയില്യം നക്ഷത്രക്കാരായിട്ടുള്ള പല വ്യക്തികൾക്കും ഒരു അഗ്നി പരീക്ഷ തന്നെയാണ് ജീവിതം എന്ന് പറയുന്നത്. കാരണം നിങ്ങൾ എങ്ങനെയെങ്കിലും ഒരു കരക്കെത്തുവാനായി പരിശ്രമിക്കും തോറും മുങ്ങിത്താഴുന്ന തരത്തിലുള്ള അവസ്ഥ. അങ്ങനെ ഓരോ ദിവസവും വർദ്ധിച്ചു വരുന്ന കടബാധ്യതകൾ കൊണ്ട് കിടന്നാൽ ഉറക്കം പോലുമില്ലാത്ത അവസ്ഥയിൽ ചില ആയില്യം നക്ഷത്രക്കാർ ശാരീരികമായും മാനസികമായും വല്ലാത്ത ക്ഷീണമാണ് അനുഭവിക്കുന്നത്. എന്നാൽ നിങ്ങളുടെ എല്ലാ ഇല്ലായ്മകളും തീരുവാൻ പോവുകയാണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഈ അക്ഷയ തൃതീയ ദിനത്തിൽ നിങ്ങളിലേക്ക് വരുവാൻ പോകുന്ന മഹാഭാഗ്യത്തെ പൂർണ്ണമായി നിങ്ങളിലേക്ക് ആകർഷിക്കുവാനായി ആയില്യം നക്ഷത്രക്കാർ നാഗദേവതയോട് പ്രാർത്ഥിക്കുന്നതും പച്ച നിറമുള്ള വസ്ത്രം അന്നേ ദിവസം ധരിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഇനി ഈ ലോട്ടറി സൗഭാഗ്യവുമായി ബന്ധപ്പെട്ടുള്ള ആയില്യം നക്ഷത്രക്കാരുടെ ഭാഗ്യസംഖ്യകൾ ആയി വരുന്നത് 2, 7 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഇനി ഇതിനെല്ലാം പുറമെ തന്നെ അക്ഷയ തൃതീയ ദിനത്തിൽ ആയില്യം നക്ഷത്രക്കാർ ഭൂമി, സ്വർണം, വെള്ളി എന്നിങ്ങനെയുള്ള വസ്തുക്കൾ വാങ്ങുന്നതും വളരെ മഹത്തായ ഒന്ന് തന്നെയാണ്. അപ്പോൾ എത്രയൊക്കെ സാമ്പത്തിക പിരിമുറുക്കത്തിൽ ആയിരുന്ന ആയില്യം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തിയാണ് നിങ്ങളെങ്കിലും ഈ ഭാഗ്യം നിങ്ങളെ ഒരു ഉയർച്ചയിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യം അച്ചിട്ടാണ്. അപ്പോൾ ഇന്നത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന 9 നക്ഷത്രത്തിൽ പിറന്ന ഒരു വ്യക്തിയെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉണ്ടെങ്കിൽ ഈ അക്ഷയ തൃതീയ ദിനം നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമേ വേണ്ട. ഈശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരുകൾ സഹിതം ഒന്ന് എഴുതി അറിയിക്കുക. നാം നമ്മുടെ പ്രാർത്ഥനകളിലും പ്രത്യേക പൂജകളിലും നിങ്ങളുടെ പേരുകൾ സഹിതം ഉൾപ്പെടുത്തുന്നതായിരിക്കും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.